Hi everyone, welcome back to Cogent English. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടോപ്പിക്കുമായിട്ടാണ്. നമ്മുടെ CBSE സ്റ്റുഡൻസും കേരള സ്റ്റേറ്റ് സ്റ്റുഡൻസും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നുള്ളത്. സ്റ്റുഡൻസ് എന്നതിലുപരി നമ്മുടെ ആ ഒരു കരിക്കുലം, വി ക്യാൻ സേ കരിക്കുലം റൈറ്റ്, നമ്മൾ എന്താണോ അവർ പഠിക്കുന്ന കരിക്കുലം അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജസ്റ്റ് ഒരു അനാലിസിസ്. ആൻഡ് ബീയിങ് ദ പ്രിൻസിപ്പൽ ഓഫ് എ CBSE സ്കൂൾ, and in my experience I learned something about the CBSE students and something about the state, because I have many friends and their children are studying in government schools, so I can understand their level. And as you all know, the main thing is the language. I'm talking about the positives. First of all, let me talk about the pros, and later I will talk about the cons. Okay, so the best thing I would say that the importance of language. CBSE സ്കൂളിലെ പ്രത്യേകത ലാംഗ്വേജിൻ്റെ പ്രാധാന്യം. ഇംഗ്ലീഷ് ഭാഷയിൽ കുട്ടികൾ കാണിക്കുന്ന പ്രാവീണ്യം അത് എടുത്തു പറയേണ്ടതാണ്. അത് സ്കൂളുകളും സ്കൂൾ അതോറിറ്റിയും സ്കൂൾ മാനേജ്മെൻറ്റും അതിൽ ഏതൊരു CBSE സ്കൂളിൻ്റെയും ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ആ ലാംഗ്വേജിൽ കുട്ടികളുടെ പ്രൊഫിഷ്യൻസി, അതിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് സ്കൂളുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഒരു ആംബിയൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസ് വിൽ ലേൺ ഇംഗ്ലീഷ് ഇൻ ദ റൈറ്റ് വേ, ആൻഡ് ഓൾ ദ സബ്ജക്റ്റ് ഷുഡ് ബി ടോട്ട് ഇൻ ഇംഗ്ലീഷ്. അങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആംബിയൻസ് കിട്ടുന്നത് പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ നിങ്ങൾക്ക് അറിയുന്നത് CBSE സ്കൂളുകളിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ 2023 മുതലാണ് പ്രിൻസിപ്പളായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ CBSE സ്കൂളിൽ ഒരുപാട് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് CBSE സ്കൂളുകളിൽ നമ്മുടെ NEP 2020 അതിൻ്റെ തുടർച്ച എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന പോലെ നമുക്ക് LKG മുതൽ 8ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ NEP ബേസ്ഡ് നല്ല ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് എക്സീഡ്, ഞാനൊരു സജഷൻ ജസ്റ്റ് പറയാണ്, എക്സീഡ് കരിക്കുലം ഈസ് റിയലി വണ്ടർഫുൾ. ഇറ്റ്സ് ലൈക്ക് ലേണിംഗ് ബൈ ഡൂയിങ്, ലൈക്ക് വി ക്യാൻ കോൾ ഇറ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നൊക്കെ പറയുന്ന എക്സീഡ് ഉള്ള സ്കൂളുകൾ. എക്സീഡ് സ്റ്റുഡൻസ് വളരെ സ്മാർട്ടാണ്, എനർജറ്റിക് ആണ്, അവർ ക്രിട്ടിക്കലി ആൻഡ് വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന കുട്ടികളാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്കൂളിൽ ഫോളോ ചെയ്യുന്ന ക്രിസലിസ് കരിക്കുലമാണ്. ക്രിസലിസ് കരിക്കുലവും എൻ്റെ ഒരു ഒപ്പീനിയനിൽ കുട്ടികളുടെ ഈ 21st സെഞ്ച്വറി സ്കിൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ആക്ടിവിറ്റി അലൈൻ ചെയ്തിട്ടുള്ള ലെസൺ പ്ലാൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. കുട്ടികളിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ക്രിയേറ്റീവ് സ്കിൽ, തിങ്കിങ് സ്കിൽ എല്ലാം, എന്തിനു പറയണം, അവരുടെ ലാംഗ്വേജ് സ്കിൽ എല്ലാം, ഓവറോൾ എവറിത്തിങ് ഇസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബേസിക്കലി. ഐ ടോൾഡ് യു, അതൊരു വലിയ ഘടകമാണ്. CBSE സ്കൂളിലെ കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ട്. അതിലുപരി കുട്ടികളിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം വെൻ കമ്പയറിംഗ് ടു ഗവൺമെൻറ് സ്കൂൾസ്, CBSE സ്കൂളുകളിൽ നമുക്ക് വലിയൊരു ഒരു 40 മാക്സിമം, അതിൽ താഴെ മാത്രമേ മിക്ക സ്കൂളുകളും ഒരു 25, 30, 40 വരെയൊക്കെ മാക്സിമം പോകുന്നതേ ഉള്ളൂ CBSE സ്കൂളുകളിൽ. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടിക്ക് ഒരു സ്കൂളിലേക്ക് പോകാനുള്ള താല്പര്യം വളരെ വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അധ്യാപകരാൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, അവർക്ക് ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് എല്ലാ ടീച്ചേഴ്സിനോടും സംസാരിക്കാനും. അവർക്കുള്ള അവസരം നല്ലൊരു മിംഗ്ലിംഗ് ആൻഡ് ബോണ്ടിങ് സ്കൂളുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് CBSE സ്കൂളുകളിൽ. അപ്പോൾ ഇതാണ് ഒരു ഹൈലൈറ്റ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ 8, 9, 10 ക്ലാസ്സുകൾ NCERT സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. NCERT സിലബസ് ബേസിക്കലി കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ നല്ലതാണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് കീം റിസൾട്ടൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, CBSE സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയത്, ജയിച്ചത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് CBSE സ്കൂൾ ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു ലിമിറ്റഡ് ഫ്രീഡമേ അവർക്ക് കിട്ടൂ. അതായത് ഓവർ ഫ്രീഡം അവർക്കല്ല, അവരൊരു ലിമിറ്റഡ് ഏരിയാസിൽ ഒരു ലിമിറ്റഡ് ഇതിൽ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാരും ഉണ്ടാവുക. പിന്നെ ഒരുപാട് ലൈഫ് സ്കിൽസ്, നമ്മൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കേണ്ട കുറേ ലൈഫ് സ്കിൽസ് കുട്ടികൾക്ക് മിസ്സാകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് CBSE സ്കൂളുകളിൽ തീർച്ചയായിട്ടും CCA കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ മാർഷൽ ആർട്സ് പോലത്തെ
അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്സ് പോലത്തെ സംഭവങ്ങളൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ഉൾപ്പെടുത്തുന്ന എല്ലാ സ്കൂളുകളും ഇപ്പോൾ മാർഷൽ ആർട്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കരാട്ടെ പോലെ, ആർച്ചറി പോലത്തെ ഒരുപാട് ഇവൻറ്റ്സിന്. അതേസമയം തന്നെ കലാപരമായിട്ടുള്ള കാര്യത്തിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികൾ ലൈഫ് സ്കിൽസ് എന്ന് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നത്, നമുക്കൊരു കുട്ടിക്ക് ധൈര്യത്തോടു കൂടി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ളൊരു തൻ്റെ ഇടവും ഒരു ധൈര്യവും അത് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികളുടെ പേടി എനിക്ക് നോട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അതേസമയം ഇത് സ്റ്റേറ്റ് സിലബസിൽ വരുന്ന കുട്ടികൾക്ക് അവർക്ക് സ്വന്തമായിട്ട് അവരെങ്ങനെ പോകുന്നു, സ്കൂളിലേക്ക് പോകുന്നത് ചിലപ്പോൾ നടന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളിൽ പോയിട്ടായിരിക്കും, കൂട്ടം കൂടിയായിരിക്കും. ഇതൊക്കെ ഒരു ലേണിംഗ് ആണ് അല്ലേ? ഈ ലേണിംഗ് നമ്മൾ സത്യത്തിൽ CBSE സ്കൂളിലെ സ്റ്റുഡൻസിന് എല്ലാവർക്കും കിട്ടുന്നില്ല. ഓക്കെ, നിയർ ബൈ ഉള്ള ആളുകൾക്ക് നടന്നു വരുന്നുണ്ടാവാം. എങ്കിലും ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും രാവിലെ ബസ്സിൽ കയറുന്നു, അതുപോലെ സ്കൂളിൽ ഇറങ്ങുന്നു, സ്കൂളിൽ നിന്ന് നേരെ വീണ്ടും ബസ്സിൽ കയറുന്നു, വീട്ടിലെത്തുന്നു. ഈ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അവർക്ക് സോഷ്യലി അത്രത്തോളം ഒരു ഇത് കിട്ടുന്നില്ല. അക്കാഡമിക് വൈസ് there is no doubt our CBSE students will definitely excel. ഓക്കെ, ആൻഡ് ലാംഗ്വേജ് വൈസ്. ഇനി സ്റ്റേറ്റ് സിലബസിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഫ്രീ മൈൻഡോട് കൂടി സ്കൂളിലേക്ക് പോകാം. സ്കൂൾ ഈസ് ജസ്റ്റ് ലൈക്ക് എ ഹെവൻ ഫോർ ദം. അവിടെ എൻജോയ്മെൻറ്റ്, കുട്ടികൾ ഒരുപാട് കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40-ൽ അധികം കുട്ടികൾ ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു സ്കൂളിൽ പോയപ്പോൾ PSC എക്സാം എഴുതാൻ പോയപ്പോൾ 55 കുട്ടികളൊക്കെ പഠിക്കുന്ന ക്ലാസ് റൂമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാസ് ക്ലാസ് റൂമായിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകളോട് മിങ്കിൾ ചെയ്യാനും ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും, ഒരു വൈബായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ് സിലബസ് വെൻ കമ്പയറിങ് ടു CBSE സിലബസ്, ഞാൻ പറഞ്ഞല്ലോ അത് അവർ ഫോളോ ചെയ്യുന്നത് നമ്മുടെ SCERTയുടെ പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിൻ്റെ ഒരു ഹെവിനെസ്, വെയിറ്റ് എന്ന് പറയുന്നത്, സിലബസിൻ്റെ വെയിറ്റ് എപ്പോഴും ഒരു തട്ട് താഴെ ആയിരിക്കും. SCERTയുടെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ സിലബസ് ഒരു തട്ട് താഴെയും CBSE NCERT സിലബസ് ഒരു തട്ട് മുകളിലായിരിക്കും. അവർക്ക് അത്യാവശ്യം പഠിക്കാനുണ്ടാവും. ആ പഠിക്കുന്ന സംഭവങ്ങൾ അവർക്ക് നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഫക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ ചെറുതായിട്ട് പഠിച്ചാൽ മതി, അവർക്ക് നല്ല സ്കോർ നേടാൻ പറ്റും. നന്നായിട്ട് കുറച്ച് പഠിച്ചാൽ നല്ല സ്കോർ. പക്ഷെ ഇവിടെ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് പ്യുവർ ഒത്തൻറ്റിക് ആയിട്ടുള്ള റിസൾട്ടാണ് CBSE സ്റ്റുഡൻസിൽ ഒക്കെ പോയി കണ്ടിട്ടുള്ളത്. അതേസമയം നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ 10ാം ക്ലാസ് പാസ്സായാൽ ഫുൾ A+ കുട്ടികൾക്ക് ചിലപ്പോൾ വായിക്കാനോ എഴുതാനോ അറിയാത്ത കുട്ടികൾ വരെ ഉണ്ടെന്നുള്ളത് നമുക്ക് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫുൾ A+ കിട്ടിയ കുട്ടികളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. സോ ദേ ഡു നോട്ട് നോ ദ കോമൺ വൊക്കാബുലറീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ സാധാരണ എന്താ പറയുക, കുട്ടികൾക്കൊരു പക്ഷേ അത് കഴിയില്ലെങ്കിലും എന്തുകൊണ്ടും എൻ്റെ ഒരു ഒപ്പീനിയനിൽ CBSE സ്കൂളുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൗണ്ടേഷൻ കോഴ്സെങ്കിലും, ഫൗണ്ടേഷൻ ഒരു 5 വരെയെങ്കിലും CBSE സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ താങ്ക് യു.